വേദിയിലുള്ള ശ്രീ പ്രബീർ ഗുഹ, ശ്രീ ടി എം എബ്രഹാം, സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ ഈ നേരത്ത് ഇങ്ങനെയൊരു ചടങ്ങിൽ എത്തിച്ചേരാൻ കാരുണ്യം കാണിച്ച നിങ്ങളോട് കേരളത്തിലെ എല്ലാ കലാസ്നേഹികളുടെയും പേരിൽ ഞാൻ എൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ടി എം എബ്രഹാം എഴുതിയ ഈ പുസ്തകത്തിൻ്റെ താളുകൾക്കിടയിലൂടെ കുറച്ചു നേരം സഞ്ചരിക്കാൻ മാത്രമേ എനിക്ക് അവസരം ലഭിച്ചുള്ളൂ. എന്തൊക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഏകദേശമായ ഒരു ധാരണ മാത്രമേ എനിക്കുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ളൊരു വിശകലനത്തിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാടകം രണ്ട് ജന്മങ്ങളുള്ള ഒരു കലാരൂപമാണ് എന്ന് സാമാന്യമായി പറയാറുണ്ട്. ഒന്ന് നാടകകൃതി എന്ന അതിൻ്റെ ജന്മമാണ്. അരങ്ങിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കുന്ന ഒരു കരട് രൂപമല്ല നാടകകൃതി. ഒരുപക്ഷെ സിനിമയുടെ സ്ക്രിപ്റ്റും നാടകവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസവും അതാവാം. നാടക ഗ്രന്ഥം സ്വയം പൂർണ്ണമായ ഗ്രന്ഥമാണ്. അത് സ്വയം പൂർണ്ണമായിരിക്കുമ്പോൾ തന്നെ അരങ്ങിൻ്റെ സാഫല്യത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ജന്മവുമാണിത്. ഈ അരങ്ങിൽ ഊന്നിക്കൊണ്ടാണ് ശ്രീ എബ്രഹാം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. നാടകത്തിൻ്റെ അരങ്ങിലെ ജന്മത്തിൻ്റെ സൃഷ്ടാവ് ആര് എന്ന ചോദ്യം പലപ്പോഴും വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അരങ്ങിലെ സൃഷ്ടാവ് അരങ്ങിലെ അനുഭൂതി സൃഷ്ടിക്കുന്നയാൾ, അരങ്ങിൻ്റെ ചിഹ്നവ്യൂഹത്തെ വിന്യസിക്കുന്ന വ്യക്തി സംവിധായകനാണോ അതോ നടനാണോ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സംവിധാന കലയിലും അഭിനയത്തെ സംബന്ധിക്കുന്ന ബോധത്തിലും യൂറോപ്പിൻ്റെ മനസ്സിനെ എന്നും ധന്യമാക്കിക്കൊണ്ടിരുന്ന ഒരു മഹാപ്രതിഭയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് താൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്ന് എബ്രഹാം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. സ്റ്റാനിസ്ലാവ്സ്കി മോസ്കോ തിയേറ്ററിനെ ലോക നാടക ചരിത്രത്തിലെ ഒരു വിസ്മയമാക്കി മാറ്റിയ സ്റ്റാനിസ്ലാവ്സ്കി നാടകത്തിൻ്റെ സാമാന്യമായ പരിചയമുള്ള ആളുകൾക്ക് പോലും ആരംഭം സ്റ്റാനിസ്ലാവ്സ്കിയിൽ നിന്നാണ്. പിന്നെയാണത് അവസാനം വെറും ബിസ്കിയിൽ ചെന്ന് ചേരുക. സ്റ്റാനിസ്ലാവ്സ്കി എന്താണ് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം എത്രയോ ആളുകൾ മോസ്കോയിലെത്തുകയും അദ്ദേഹം നാടകം സംവിധാനം ചെയ്യുന്ന രീതി, നടനെ ഒരുക്കിയെടുക്കുന്ന രീതി,
നാടകത്തിൻ്റെ വ്യത്യസ്തമായ ഘടകങ്ങളെ സമന്വയിപ്പിച്ച് ഒരു ദൃശ്യാനുഭവം സൃഷ്ടിക്കുന്ന സമ്പ്രദായം, അതിൻ്റെ പിന്നിൽ ഉള്ള നാടക ദർശനം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ആളുകൾ അവിടെ എത്തിയിരുന്നു എന്ന് നമുക്കറിയാം. സ്റ്റാനിസ്ലാവസ്കി സ്കൂൾ എന്ന എത്രയോ കാലം ആളുകൾ പറഞ്ഞിരുന്നൊരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. ഇതിനെ ആധാരമാക്കിക്കൊണ്ട്, പക്ഷെ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ടല്ല TM എബ്രഹാം ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം എത്രയോ ആളുകൾ നാടകം പഠിച്ചു. എത്രയോ കലാചിന്തകന്മാർ നാടകാഭിനയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുകയും പുതിയ പുതിയ രീതികൾ ആവിഷ്കരിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. തൻ്റെ ദീർഘകാലത്തെ പഠന ഗവേഷണങ്ങളുടെ ഫലമായി ഒരുക്കാൻ കഴിഞ്ഞ ശ്രീ അബ്രഹാമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണം കൂടുതൽ സഫലമായി, കൂടുതൽ വിപുലമായി, പുതിയ ചക്രവാളങ്ങൾ തേടി വികസിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ വാക്ക് നിർത്തുന്നു. നമസ്കാരം.